അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയാണ് വിശേഷം? റാഹത്തല്ലേ എല്ലാവർക്കും? വീട്ടിലൊക്കെ മക്കൾക്ക് റാഹത്തന്നല്ലേ? കുടുംബക്കാർക്കൊക്കെ അസുഖം കാര്യമൊന്നുമില്ലല്ലോ? കുറച്ചൊക്കെ റാഹത്താക്കി തരട്ടെ. സന്തോഷത്തിനും സമാധാനത്തിനും ജീവിക്കാനുള്ള തൗഫീഖ് കുറച്ച് നമുക്ക് നൽകട്ടെ. സന്തോഷം കാര്യമായിട്ട് വേണ്ട മനസ്സിലാണ് അല്ലേ? അങ്ങനെ തന്നെ മനസ്സ് തന്നെ ഉണ്ടാവുക സംഗതി എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പം മനസ്സ് തന്നെയായാൽ മതി, നല്ല മനസ്സാക്കുക. മനസ്സ് ഉഷാറായാലും പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, ഒക്കെ നമുക്ക് സന്തോഷം തന്നെ ആയിരിക്കും. പക്ഷെ അങ്ങനെ ആക്കി തരട്ടെ. ഒരു മുഅ്മിൻ എപ്പോഴും ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കും, ശുഭാപ്തി വിശ്വാസമുള്ളവനായിരിക്കും. എൻ്റെ മക്കൾ നന്നാവും, എൻ്റെ മക്കളെന്നെ സഹായിക്കും, അവർ നല്ല കുട്ടികളാവും, അവർ നാളെ സ്വർഗ്ഗത്തിലുണ്ടാവും, അങ്ങനെയുള്ള ചിന്തയുള്ള ആളുകളായിരിക്കും. ഒരിക്കലും നന്നാവില്ല. ആർക്കറിയാം, മക്കളൊക്കെ നോക്കുമല്ലേ, വെറുതെ കുട്ടികളെ നോക്കണം. മക്കളെ വളർത്തേണ്ടല്ല, അപ്പം എന്താ ചെയ്യാം? ഇങ്ങനെയൊക്കെ പല കാലത്തിനും പല ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെ ആവരുത്. നമ്മളെപ്പോഴും നല്ല ചിന്ത മക്കളെ കുറിച്ച് വേണം. മക്കൾ നന്നാവും, എന്നെ നോക്കും, നല്ല കുട്ടിയാണ്. ആ ചിന്ത നമുക്കുണ്ടെങ്കിൽ മക്കളെ മനസ്സിലും അങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കണ പോലെയാണ് കുട്ടികളെ മനസ്സും ആവുക. അപ്പോൾ കാരണം നമ്മൾ ചിന്തിക്കണമെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഒരു ട്രിഗേഴ്സായിട്ട് വരുന്നുണ്ട്. നമ്മളെ ബോഡിയിൽ തന്നെ അതിൻ്റെ ഒരു അസർ, അതിൻ്റെ സ്വാധീനമുണ്ട്. അപ്പോൾ നല്ല മാത്രം ചിന്തിക്കാം മക്കളെ കുറിച്ച്. ഓക്കെ. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്, ആൻറ്റിസിഡൻസ് അല്ലേ? ആദ്യം നമ്മൾ പ്രൈസിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ആൻറ്റിസിഡൻസ് പറഞ്ഞു. അപ്പോൾ ആൻറ്റിസിഡൻസ് എന്ന് പറഞ്ഞാൽ ബിഫോർ, ഒരു സ്വഭാവം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെ ചെയ്യണം. അപ്പോൾ ഒരു കുട്ടിയുടെ ഒരു സ്വഭാവം ഉണ്ടാക്കാനൊരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ എങ്ങനെ പറയണമെന്ന് നമ്മൾ പറഞ്ഞു. അതിന് 6 സ്റ്റെപ്സ് ഉണ്ടായിരുന്നു ആ സ്ട്രാറ്റജിക്ക്, ആ ടൂളിന് അല്ലേ? ആദ്യം സ്പെസിഫിക് ആയിരിക്കണം. നമ്മൾ എന്താണ് പറയുന്നത് സ്പെസിഫിക് ആയിരിക്കണം, അപ്പോൾ കൃത്യമായിട്ട് പറയണം. രണ്ടാമതോ സ്പെസിഫിക് ആയതിനു ശേഷം പിന്നെ നമ്മൾ ആ ഒരു മധുരമായ ശബ്ദത്തിൽ പറയണം. പിന്നെ ചോയ്സ് ഓഫർ ചെയ്യണം. പിന്നെ പ്ലീസ് എന്നുള്ള, ചെയ്യോ എന്നുള്ള വേർഡ് യൂസ് ചെയ്യണം. പിന്നെ ഓഫർ അസിസ്റ്റൻസ്, ഇമ്മച്ചും സഹായിക്കാം, എപ്പച്ചും സഹായിക്കാം എന്നുള്ള വേർഡ് യൂസ് ചെയ്യണം. സഹായിക്കാം എന്നുള്ള ഒരു. പിന്നെ യൂസ് എ പ്ലേഫുൾ ചലഞ്ച്, ലാസ്റ്റ് ഒരു ചലഞ്ച് ആക്കിയിട്ട് ചെയ്യാൻ കഴിയും. എനിക്ക് ഈ ചെയ്യോ, ഞാൻ നോക്കട്ടെ, എമ്മച്ചി നോക്കട്ടെ, എപ്പച്ചി നോക്കട്ടെ, ഈ ചെയ്യോ, ഞാൻ നോക്കട്ടെ, ഈ കോലത്തിലൊക്കെ പറയാം. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇന്ന് നമുക്ക് പറയാനുള്ളത് ഷേപ്പിങ്ങിനെ കുറിച്ചാണ്. ഷേപ്പിംഗ് എന്താണ്? ഷേപ്പിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം എന്തായിരിക്കും? ഷേപ്പിംഗ് എന്നുള്ളതിൻ്റെ മലയാളം രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരു സ്വഭാവം കുട്ടിയിൽ എങ്ങനെ രൂപപ്പെടുത്താം? അപ്പോൾ കുട്ടിയിൽ ഇല്ലാത്തൊരു സ്വഭാവം എങ്ങനെ കൊണ്ടുവരാം? അങ്ങനെ ഉണ്ടാവുമല്ലോ കുട്ടിയിൽ. ഇപ്പോൾ ഉദാഹരണം, കുട്ടി വീട്ടിൽ വരുന്ന അതിഥികളൊന്നും സ്വീകരിക്കണ സ്വഭാവമൊന്നുമില്ല. കുട്ടി ആരും വന്നാലോ അവനിങ്ങനെ ഗെയിം ഇങ്ങനെ കളിച്ചിരിക്കും, മൊബൈൽമ കളിച്ചിരിക്കും, അല്ലെങ്കിൽ TV കണ്ടിരിക്കും, അല്ലെങ്കിൽ നേരത്തെ കുളിക്കണ സ്വഭാവം കുട്ടിക്കില്ല, അല്ലെങ്കിൽ നേരത്തെ രാത്രി പഠിക്കുന്ന സ്വഭാവം കുട്ടിക്കില്ല, അല്ലെങ്കിൽ പിന്നെ കുടുംബക്കാരോട് സംസാരിക്കുന്ന സ്വഭാവം കുട്ടിക്കില്ല, അല്ലെങ്കിൽ കുടുംബക്കാരെ വീട്ടിലേക്ക് പോകുന്ന സ്വഭാവം കുട്ടിക്കില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുട്ടിയിൽ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും, അതൊക്കെ. അതേപോലെ കുട്ടിയിൽ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് എങ്ങനെ രൂപപ്പെടുത്താം എന്നുള്ളതാണ് ഷേപ്പിംഗ്. പറഞ്ഞാൽ ക്ലിയർ ആയല്ലോ? അപ്പോൾ കുട്ടിയിൽ എങ്ങനെ ഷേപ്പ് ചെയ്യാം, അപ്പോൾ ഇല്ലാത്ത സ്വഭാവം കുട്ടിയിൽ എങ്ങനെ രൂപപ്പെടുത്താം, ദാറ്റ് ഈസ് ഷേപ്പിംഗ്. ആ ഷേപ്പിങ്ങിനെ കുറിച്ചാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. അതിന് 5 സ്റ്റെപ്സാണ് ഉള്ളത്. ഈ ടൂളിൽ 5 സ്റ്റെപ്പുകളാണുള്ളത്. ഇപ്പോൾ ഉദാഹരണം, കുട്ടിക്ക് പിന്നെ നേരത്തെ എണീക്കണ സ്വഭാവമല്ല. കുട്ടി എണീക്കലൊരു 7 മണിക്കാണ്. 7 മണിക്ക്. അപ്പോൾ ഈ കുട്ടി അങ്ങനെ നേരത്തെ എണീക്കാൻ എന്ത് ചെയ്യുക? നാളെ മുതൽ മര്യാദയ്ക്ക് 7 മണിക്ക് എണീറ്റുകൊണ്ട്, 5 മണിക്ക് എണീറ്റുകൊണ്ട്, അല്ലെങ്കിൽ 4 മണിക്ക് എണീറ്റുകൊണ്ട്, തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നല്ല കിട്ടും, അല്ലെങ്കിൽ നല്ല അടിക്കും, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം, അങ്ങനെ ഓരോന്നും നമ്മൾ പറയും അല്ലേ? പലതും പല കോലത്തിലായിരിക്കും നമ്മൾ പല രക്ഷിതാക്കൾ യൂസ് ചെയ്യുക. ചിലർ ചട്ടകേറ്റ് വരും, ചിലർ പിന്നെ വടിയേറ്റ് വരും, ചിലർ ചൂലേറ്റ് വരും, കൊട്ടക്കയിലേറ്റ് വരും, അങ്ങനെ പലരും പലതായിരിക്കും, പല കോലത്തിലായിരിക്കും വരിക. ചിലർ വെള്ളം പാരും. പക്ഷെ അതൊന്നുമില്ലാതെ കുട്ടിയെ നമ്മൾ ഈ ഒരു സ്വഭാവം ശീലാക്കണം. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങളെ അഭിപ്രായം? നിങ്ങളാണ് എന്ത് ചെയ്യുക? എന്ത് ചെയ്യുക? അപ്പോൾ കുട്ടിയിലില്ലാത്തൊരു സ്വഭാവം കുട്ടിയിൽ ശീലമാക്കാൻ നമ്മൾ അല്ലെങ്കിൽ കുട്ടിയിൽ രൂപപ്പെടുത്താൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഷേപ്പിംഗ്. വീട്ടിലേക്ക് അതിഥികൾ വരുന്ന സമയത്ത് ചിലപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യില്ല, അപ്പം മെയിൻറ്റെയിൻ ചെയ്യണം. ഒന്നാമത് ചെയ്യേണ്ടത്, സെലക്ട് എ ബിഹേവിയർ യു ആർ വർക്കിംഗ് ടുവാർഡ്. നിങ്ങൾ എന്ത് സ്വഭാവമാണ് കുട്ടിയിൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതൊന്ന് ചിന്തിക്കുക. അപ്പോൾ കുട്ടി നേരത്തെ എണീക്കണം, കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ കുളിക്കണം. ഉദാഹരണം, കുട്ടി എന്ത് ചെയ്യണം? എല്ലാവരുടെ ഡ്രസ്സും മടക്കി വെക്കുന്ന പണി കുട്ടി ചെയ്യണം. അല്ലെങ്കിൽ കുട്ടിയുടെ ബെഡ്റൂം ഫുള്ള് വൃത്തിയാക്കണം, കുട്ടീനെ വൃത്തിയാക്കണം. കുട്ടിയുടെ പുതപ്പം വിരിപ്പൊക്കെ കുട്ടി തന്നെ മടക്കി വെക്കണം. ഇങ്ങനെ ഒരുപാട് സ്വഭാവങ്ങളുണ്ട്, ഇതൊക്കെ കുട്ടി ചെയ്യണം. പക്ഷേ ഇതൊന്നും കുട്ടി തീരെ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്വഭാവം, കുട്ടി എണീറ്റാൽ കുട്ടീൻ്റെ ബെഡ്റൂം ആദ്യം ഇതൊക്കെ കുട്ടീനെ മടക്കി വെക്കുന്ന സ്വഭാവം കുട്ടിയിലുണ്ടാവണം. പുതപ്പം വിരിപ്പൊക്കെ മടക്കി വെച്ച് നല്ല വൃത്തിയിൽ വെച്ച്
പിന്നെ കുട്ടിയുടെ ബെഡ്റൂമിനെ കുട്ടി തന്നെ ക്ലീൻ ചെയ്യണം, എപ്പോഴും നല്ല വൃത്തിയായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു സ്വഭാവം കുട്ടിയിലുണ്ടാവണം. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്വഭാവം. ഇനി രണ്ടാമത്തത് സെലക്ട് എ സീഡ് ഓഫ് ദാറ്റ് ബിഹേവിയർ. അപ്പോൾ ഉദാഹരണം ആ റൂം മൊത്തം കുട്ടി വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശ്യം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്വഭാവം. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. എന്താണ് കുട്ടിയിൽ ഉണ്ടാവേണ്ടത്? കുട്ടിയുടെ ബെഡ്റൂം വളരെ വൃത്തിയായിട്ട് കീപ്പ് ചെയ്യണം. അതാണ് സ്വഭാവം. അപ്പോൾ നമ്മൾ അതാണ് കുട്ടിയിൽ ഉണ്ടായിരിക്കേണ്ട സ്വഭാവം. 2, ആ സ്വഭാവത്തിൻ്റെ ചെറിയൊരു വിത്ത് എടുക്കുക. ഉദാഹരണം മെച്ചിൻ്റെ കുട്ടി എണീക്കുന്ന സമയത്ത് ആ തലയണ രണ്ടും അവിടുത്തെ ശരിയാക്കി വെക്കണം കേട്ടോ. മെച്ചിൻ്റെ കുട്ടി എണീക്കുന്ന സമയത്ത് ആ തലയണ രണ്ടും അവിടെ തന്നെ ശരിയാക്കി വെക്കണം കേട്ടോ. അത്ര മതി. അങ്ങനെ 1-2 ദിവസം അങ്ങനെ പറയാം. എന്നിട്ട് എന്ത് ചെയ്യുക? സെലക്ട് റീഇൻഫോഴ്സർ. അപ്പോൾ കുട്ടി എന്ത് ചെയ്യും? അടുത്ത ദിവസം തലയണ മാത്രം ഇങ്ങനെ ശരിയാക്കി വെക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? തലയണ ശരിയാക്കി നിൽക്കുന്ന സമയത്ത് മാഷാ അല്ലാഹ് എൻ്റെ കുട്ടി തലയണ റെഡിയാക്കി വെച്ചില്ലേ, തലയണ സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ, തലയണ ഉഷാറാണല്ലോ, നല്ല വൃത്തിയിൽ വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ആ കുട്ടി ആ സ്വഭാവം ചെയ്യുമ്പോഴേക്ക് എന്ത് ചെയ്യാം? അതിനെ റീഇൻഫോഴ്സ് ചെയ്യാം. മാഷാ അല്ലാഹ് ഉഷാറായിട്ടുണ്ട്, എൻ്റെ കുട്ടി തലയണ ശരിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയാം. മനസ്സിലായോ? അതിന് എന്ത് ചെയ്യുക? പ്രൈസ് നമ്മൾ പ്രശംസിക്കണം കുട്ടീനെ. അല്ലെങ്കിൽ പോയിൻറ്റ്സ്, ഈ ചെറിയ കുട്ടികളായിരിക്കുമല്ലോ, ഈ തലയണൊക്കെ ശരിയാക്കി വെച്ചാൽ എനിക്കൊരു പോയിൻ്റ് തരുന്നുണ്ട്, അങ്ങനെ എനിക്ക് 30 പോയിൻ്റ് ആയാൽ മെസ്സി ഞാൻ എനിക്കൊരു കിക്കറ്റ് വാങ്ങിത്തരുന്നുണ്ട്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഗതി പറയാം, ഇത് വാങ്ങിത്തരുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയാം. അത് നിർബന്ധമുള്ള കാര്യമല്ല. എല്ലാ മാസവും ഇനി ഓരോ സാധനം വാങ്ങിക്കൊടുക്കുക അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിർബന്ധമുള്ള കാര്യമല്ല, വേണമെങ്കിൽ ചെയ്യാം. ഏതായാലും നമ്മൾ അതൊക്കെ വാങ്ങിക്കൊടുക്കുമല്ലോ. അപ്പോൾ ഇത് പോയിൻ്റ് സിസ്റ്റം ആക്കിയാൽ മതി. അപ്പോൾ എന്നും മടക്കി വെക്കണമെങ്കിൽ ഓരോ ദിവസവും എനിക്ക് ഒരു പോയിൻ്റ് തരാം. അങ്ങനെ 30 ദിവസം മടക്കി വെക്കണമെങ്കിൽ 30 പോയിൻ്റ് ആവില്ല. 30 പോയിൻ്റ് ആയാലും ഞാൻ എനിക്ക് ഇത് വാങ്ങിത്തരാം, അല്ലെങ്കിൽ അത് വാങ്ങിത്തരാം, അല്ലെങ്കിൽ ഇത് വാങ്ങിത്തരാം, അല്ലെങ്കിൽ ബോക്സ് വാങ്ങിത്തരാം, അല്ലെങ്കിൽ ബാറ്റ് വാങ്ങിത്തരാം. ഉദാഹരണം അങ്ങനെ ചെയ്യാം. അതാണ് 3ാമത്തത്. 4ാമത്തത് ചെറിയ രൂപത്തിലെങ്കിലും കുട്ടി തലയണ നന്നാക്കി വെക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യുക? വീണ്ടും നമ്മളങ്ങനെ പുകയത്തി പറയാം. എൻ്റെ കുട്ടി തലയണ നന്നാക്കി വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ അവൻ്റെ റൂമിൽ പോകുമ്പോൾ അത് ഉഷാറാണല്ലോ തലയണ വെച്ചത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക? ആ ചെയ്ത നന്മ ഇങ്ങനെ അതിനെങ്ങനെ പുകയത്തുക. പിന്നെ ചെയ്യേണ്ടത് 5ാമത്തെ സ്ട്രാറ്റജി, ഒരു 3 ദിവസം 4 ദിവസം കൂടുമ്പോൾ അതിൻ്റെ അളവ് ഇങ്ങനെ കൂട്ടുക. അപ്പോൾ 3 ദിവസം എന്ത് ചെയ്യും? പിന്നെ കുട്ടി തലയണ നന്നാക്കി വെച്ചാൽ 4ാമത്തോട്ട് പിന്നെ കുട്ടി ആ പുതപ്പും കൂടി മടക്കി വെക്കും ഇനി രാവിലെ. അപ്പോൾ പുതപ്പും കൂടി മടക്കി വെക്കാൻ തുടങ്ങും. അപ്പോൾ തലയണ വെച്ച് പുതപ്പും കൂടി മടക്കി വെക്കാൻ തുടങ്ങി. എന്നിട്ട് പിന്നെ കാണുമ്പോൾ എൻ്റെ കുട്ടി പുതപ്പും തലയണ മടക്കി വെച്ചിട്ടുണ്ടല്ലോ, മാഷാ അല്ലാഹ് സൂപ്പറാണല്ലോ, നല്ല രസമുണ്ടല്ലോ, നല്ല വൃത്തിയുണ്ടല്ലോ. അങ്ങനെ ഒരു 4-5 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഈ പിന്നെ വേസ്റ്റുകളൊക്കെ ഒന്ന് ബാസ്ക്കറ്റ് കൂടുമോ? ഇതൊക്കെ മടക്കി വെച്ചതിന് ശേഷം കാണുന്ന വേസ്റ്റൊക്കെ ഒന്ന് ബാസ്ക്കറ്റ് കിട്ടും. അങ്ങനെ വേസ്റ്റുകളൊക്കെ ബാസ്ക്കറ്റ് കിട്ടും. പിന്നെ കാണുമ്പോഴൊക്കെ വേസ്റ്റൊന്നും ഇല്ലല്ലോ, റൂം ഉഷാറാണല്ലോ, പുതപ്പും വിരിപ്പും തലയണയും. പിന്നെ കുറച്ചും കൂടി അളവ് കൂട്ടുക. ഈ ബാത്റൂം പിന്നെ റൂമൊന്ന് അടിച്ചു വരും ചെയ്യുമോ? അങ്ങനെ പിന്നെ അങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ട് ചെയ്യണം. ഇങ്ങനെ ഒരു കുട്ടിക്ക് ഫീൽ ചെയ്യരുത്. അങ്ങനെ സ്വാഭാവികമായിട്ടും ഇത് കുട്ടിയിൽ എന്ത് ചെയ്യും? ഒരു മാസം ആകുമ്പോഴേക്കും ഈ റൂം മുഴുവൻ ക്ലീൻ ചെയ്യാന്നുള്ള കുട്ടീൻ്റെ സ്വഭാവമായി മാറിയിട്ടുണ്ടാവും. ആ റൂട്ടീനായി മാറി, അത് പിന്നെ കുട്ടിയുടെ സ്വഭാവമായി മാറി. ഇതാണ് ഷേപ്പിംഗ്. അപ്പോൾ ഇത് റൂം ക്ലീൻ ചെയ്യുന്ന ഉദാഹരണം മാത്രമേ പറഞ്ഞത്. പിന്നെ ഈ ഫ്രണ്ട്സിനോടൊന്നും സംസാരിക്കില്ല, ഫാമിലീസിനോടൊന്നും കുടുംബം പിന്നെ ഫാമിലിയിലുള്ള ആളുകളോടൊന്നും സംസാരിക്കില്ല. അങ്ങനത്തെ ഒരു കുട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയിൽ എങ്ങനെ നമ്മൾ സ്വഭാവം ഉണ്ടാക്കുക? ഷേപ്പ് ചെയ്യാൻ എങ്ങനെ? മെച്ചിൻ്റെ കുട്ടി ഈ പിന്നെ ചിരങ്ങ അല്ലെങ്കിൽ ഈ തക്കാളി അല്ലെങ്കിൽ ഇതൊന്ന് പിന്നെ ഓൽക്ക് കൊണ്ടുപോയി കൊടുക്കുമോ? എളാപ്പാട് കൊണ്ടുപോയി കൊടുക്കുമോ? അപ്പോൾ കുട്ടി കൊണ്ടുപോയി കൊടുക്കും. എൻ്റെ കുട്ടിയുടെ കൊണ്ടുപോയി കൊടുത്തില്ലേ, എന്നിട്ട് എളാമ എന്താ പറഞ്ഞേ? അപ്പോൾ കുട്ടി സംസാരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, നേരെ കൊണ്ടുപോയി കൊടുത്തു വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ കുട്ടീനോട് പറയാം, മെച്ചിൻ്റെ കുട്ടി ഇത് എളാമ കൊണ്ടുപോയി കൊടുത്തിട്ട് എളാമാനോട് പിന്നെ അല്ലെങ്കിൽ ഈ മെച്ചിൻ്റെ കുട്ടിയോട് പോയിട്ട് എളാമാക്ക് ഇത് വേണമെന്ന് ചോദിച്ചു നോക്കെ. അപ്പോൾ എളാമാനോട് ചോദിക്കും, ഇത് വേണമെന്ന് ചോദിക്കും. അപ്പോൾ എളാമ അത് വേണ്ട, അത് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറയും. എന്താ പറഞ്ഞ എളാമ? അടുത്ത ദിവസം കുട്ടീനെ എന്ത് ചെയ്യണം? എളാപ്പാൻ്റെ അടുത്തേക്ക് വിടണം. അപ്പോൾ അത് തുടർച്ചയായിട്ട് ഇന്ന് വിട്ട് നാളെ വിട്ട് മറ്റേ അങ്ങനെ ആവണമെന്നില്ല. ഒരു 4 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ അങ്ങനെ കുടുംബത്തിൽ ഓരോരുത്തരുടെ അടുത്ത് ഓരോ ആവശ്യത്തിന് വിട്ട് അങ്ങനെ അവരുടെ ഒരു കമ്പനിയായി ആ ഒരു സ്വഭാവം രൂപപ്പെടും. കുടുംബക്കാരോടൊക്കെ സംസാരിക്കുക എന്നുള്ള സ്വഭാവം രൂപപ്പെടും. അപ്പോൾ ഈ ചെയ്യുന്ന എൻ്റെ കുട്ടി എളാമൻ്റെ അടുത്ത് പോയിരുന്നില്ല, എളാമ അങ്ങനെ പറഞ്ഞില്ല, നല്ല കുട്ടിയാണല്ലോ, മെച്ചിൻ്റെ കുട്ടി എളാമൻ്റെ അടുത്തൊക്കെ പോയില്ലേ, മെച്ചിൻ്റെ കുട്ടി എളാപ്പാനോടൊക്കെ സംസാരിച്ചില്ല, എളാപ്പ ഇങ്ങനെ പറഞ്ഞില്ലേ. അങ്ങനെ അവർ ചെയ്യുമ്പോഴൊക്കെ എന്ത് ചെയ്യാം? അതിന് നമ്മളിങ്ങനെ പോയെത്താം. ഇനി ഉദാഹരണം നമ്മളെ മോളുണ്ട്. നമ്മളെ പിന്നെ എല്ലാവരുടെ ഡ്രസ്സും അവൾ മടക്കി വെക്കണം. അപ്പോൾ എന്താ പറയുക? മെച്ചിൻ്റെ കുട്ടി ആ ഡ്രസ്സ് മെച്ചിൻ്റെ കുട്ടീൻ്റെ ഡ്രസ്സൊന്ന് മടക്കി വെക്കുമോ? അപ്പോൾ അവളുടെ ഡ്രസ്സ് മാത്രം പറയാം. അല്ലെങ്കിൽ മെച്ചിൻ്റെ കുട്ടീൻ്റെ പിന്നെ ആ ഒരു ഷോള് കൊണ്ട് കൊണ്ടുവരുമോ, അല്ലെങ്കിൽ ആ ഫ്രോക്ക് കൊണ്ടുവരുമോ, അതൊന്ന് മടക്കി വെക്കുമോ? അങ്ങനെ ഒരു 3 ദിവസം കൂടുമ്പോൾ മെച്ചിൻ്റെ കുട്ടീൻ്റെ ഡ്രസ്സ് ഓളെ ഡ്രസ്സ് മൊത്തം മടക്കി വെക്കാൻ പറയാം. പിന്നെ കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ മെച്ചിൻ്റെ കുട്ടി അലക്കിയ ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെക്കുമോ? അപ്പോൾ ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് കുട്ടി എന്ത് ചെയ്യും? ഈ എല്ലാവരുടെ ഡ്രസ്സും മടക്കി വെക്കുക എന്നുള്ള ഒരു രീതിക്ക് മാറിയിട്ടുണ്ടാവും. ദാറ്റ് ഈസ് ഷേപ്പിംഗ്. പറഞ്ഞാൽ മനസ്സിലായല്ലോ? അപ്പോൾ ഒരു കുട്ടിയിൽ ഇല്ലാത്തൊരു സ്വഭാവം ഏത് സ്വഭാവമാണ് അങ്ങനത്തെ. ഞാൻ അപ്പോൾ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞാണ്, സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞാണ്. അപ്പോൾ ഏത് സ്വഭാവമാണെങ്കിലും കുട്ടിയിൽ ആ സ്വഭാവം രൂപപ്പെടണമെങ്കിൽ, കുട്ടിയിൽ ആ ഒരു സ്വഭാവം
ശൈലിയും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക, എന്ത് സ്വഭാവമാണ് കുട്ടിയിലേക്ക് ഉണ്ടാവേണ്ടത്, കുട്ടിക്ക് ഉണ്ടാവേണ്ടത്, ആ സ്വഭാവം നമ്മളിങ്ങനെ മനസ്സിൽ കാണുക. 2 ആ സ്വഭാവത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ കുട്ടിയോട് പറയാം. 3 ആ കുട്ടി അത് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കുട്ടീനോട് മാഷാ അല്ലാഹ് ഉഷാറായി എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ പോയിൻറ്റ്സ് ലിസ്റ്റൊക്കെ വെക്കുക, അങ്ങനെ ചെയ്താൽ ഒരു പോയിൻറ്റ് തരാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എപ്പോഴൊക്കെ ആ സ്വഭാവം കുട്ടിയിൽ കാണുന്നു ആ സമയത്തൊക്കെ മാഷാ അല്ലാഹ് എൻ്റെ കുട്ടി അങ്ങനെ ചെയ്തില്ലേ, ആ പ്രത്യേകിച്ച് ചെയ്യുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ കുട്ടീനെ എന്ത് ചെയ്യുക, പ്രശംസിക്കുക. പിന്നെ അതിൻ്റെ അളവ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരിക. അതിനൊരു മാസം ആകുമ്പോഴേക്കും അല്ലെങ്കിൽ 2 ആഴ്ച ആകുമ്പോഴേക്കും ആ കുട്ടിയിൽ പൂർണ്ണമായിട്ട് ആ സ്വഭാവം ഉണ്ടാവും. അപ്പോൾ 7 മണിക്ക് എണീക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ എമ്മച്ചിൻ്റെ കുട്ടി നാളെ പിന്നെ 6:30 എണീക്കുമോ, അപ്പോൾ 6:30 എണീക്കും. അത് അപ്പോൾ ഉഷാറായി, ഇവിടെ നേരത്തെ എണീക്കലുണ്ട്, കണ്ണോടൊക്കെ പറയാം നേരത്തെ എണീക്കും എന്നൊക്കെ പറയാം. പിന്നെ ഒരു 5 ദിവസം ഒരു 10 ദിവസം കഴിഞ്ഞാൽ അമ്മച്ചിൻ്റെ കുട്ടി 6 മണിക്ക് എണീറ്റാലോ, ഒന്നുകൂടി നേരത്തെ, അങ്ങനെ ഒരു 5 മണിയിലേക്ക് വരെ നമുക്ക് എത്തിക്കാൻ പറ്റും. അല്ലാതെ നേരെ മറിച്ച് ആ 7 മണിക്ക് എണീക്കുന്ന കുട്ടീനോട് ഒറ്റടിക്ക് 5 മണി അല്ലെങ്കിൽ 4 മണി എന്ന് പറഞ്ഞാൽ 3 മണി എന്നൊക്കെ 4 എന്നൊക്കെ പറഞ്ഞാൽ പ്രയാസമായിരിക്കും. ഇതാണ് ഷേപ്പിംഗ്. അപ്പോൾ ഇത് ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യുക, ഈ 1-2 ദിവസങ്ങൾ ഈ സംഗതി ശീലിക്കുക. ഇത് 4-5 വട്ടെങ്കിലും നിങ്ങൾ പറയണം കേട്ടോ. ഈ 2 ദിവസത്തിനുള്ളിൽ സ്വന്തം മക്കളോടും ചെയ്യാം, പിന്നെ പേരക്കുട്ടികളുണ്ടാവും, കുടുംബക്കാരൊക്കെ ഉണ്ടാവും, അവരോടൊക്കെ ചെയ്യാം. ഒരു 4-5 ആളുകളോട് അല്ലെങ്കിൽ 4-5 തവണയെങ്കിലും നിങ്ങളിത് യൂസ് ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഗ്രൂപ്പിൽ അറിയിക്കണം, മറക്കരുത് കേട്ടോ. ഇത് ചെയ്യണം. നമ്മൾ നോയിങ്ങും ഡൂയിങ്ങും രണ്ടാണല്ലോ, നാളെ പറഞ്ഞിരുന്നല്ലോ. പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, പക്ഷേ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഫലം ഉണ്ടാവുക. അങ്ങനെ പഠിച്ചാൽ വീണ്ടും നമുക്ക് പഠിച്ചാൽ വീണ്ടും ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരും. മൻ അമില ബിമ അലിമ അല്ലമഹുല്ലാഹു മാ ലം യഅലം. അറിയുന്നൊരു കാര്യം ഒരാൾ അതിങ്ങനെ ജീവിതത്തിൽ പകർത്തിയാൽ അള്ളാഹു എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുള്ളതാണ്. നേരെ മറിച്ച് നമ്മൾ ജീവിതത്തിൽ പകർത്തണില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യം നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഒരു മോമിൻ എന്ന് പറഞ്ഞാൽ കുറച്ച് പഠിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും അത് ജീവിതത്തിൽ ഇങ്ങനെ പകർത്തും. അപ്പോൾ പകർത്താനുള്ള തൗഫീഖ് കുറച്ച് നമുക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ജസാക്കുമുല്ലാഹ്, ജസാക്കുമുല്ലാഹ് അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.